ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം ACJM കോടതിയിൽ നിർണായക വാദം തുടരുന്നു. രാഹുലിനെതിരെ ഗുരുതര തെളിവുകൾ ഹാജരാക്കി പോലീസ്. പലതവണ ലൈംഗികമായി ഉപദ്രവിച്ചെന്ന് പോലീസ് റിപ്പോർട്ടിൽ. ഗർഭിണിയായിരിക്കെ ഉപദ്രവിച്ചതിന് തെളിവ്. നഗ്നചിത്രം എടുത്ത് ഭീഷണിപ്പെടുത്തിയെന്നും പോലീസ് റിപ്പോർട്ടിൽ. അർജുൻ രാജുണ്ട് വിവരങ്ങളുമായി. അർജുൻ, അടച്ചിട്ട മുറിയിൽ വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ? അടച്ചിട്ട മുറിയിൽ വിശദമായിട്ടുള്ള വാദം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ റിപ്പോർട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് നൽകുകയാണ് പ്രോസിക്യൂഷൻ. അതിലെടുത്തു പറയേണ്ടത്, രാഹുൽ അടുപ്പം സ്ഥാപിച്ചത് പ്രശ്ന പരിഹാരം വഴിയാണ്. അതിജീവിതയുടെ കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ടു. ഇത് പരിഹരിക്കാൻ, ഈ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ന നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അവരുടെ ഇടപെടുകയുണ്ടായി. ഈ അടുപ്പം രാഹുൽ പിന്നീട് മുതലെടുക്കുകയാണ് ഉണ്ടായതെന്ന് പ്രോസിക്യൂഷൻ പറയുകയാണ്. പലതവണ ഇക്കാര്യം ഇതിൻ്റെ ഭാഗമായി പലതവണ അതിനുശേഷം ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പാലക്കാട്ടേക്ക് അതിജീവിതയെ കൊണ്ടുപോയത് നിർബന്ധിപ്പിച്ചാണെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. ഗർഭിണിയായിരിക്കെ ഉപദ്രവിച്ചതിന് തെളിവുണ്ട്. ഇക്കാര്യത്തിൽ ഡോക്ടർമാരുടെ അടക്കം ഉള്ള മൊഴി നിലവിലുണ്ട്. അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ഉണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷൻ്റെ വാദം. കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിച്ചതിന് തെളിവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുന്നു. നഗ്നചിത്രം എടുത്ത് ഭീഷണിപ്പെടുത്തിയതിനും തെളിവുണ്ടെന്ന് പറഞ്ഞ് ഗുരുതരമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പ്രവൃത്തിയെ വ്യക്തമാക്കുന്ന തരത്തിലുള്ള വാദങ്ങളാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ആദ്യം ഈ എതിർ കക്ഷിയാണ് വാദിച്ചത്. പ്രതിഭാഗമാണ് ആദ്യം വാദിക്കുന്നത്. 3 പ്രധാനപ്പെട്ട പരാതിക്കാരുടെ ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ അവർ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളെ തള്ളുന്ന തരത്തിലുള്ള വാദമാണ് പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഒന്ന്, ബലാത്സംഗം ഉണ്ടായിട്ടില്ല, ഉഭയസമ്മത പ്രകാരമാണ് ബന്ധം ഉണ്ടായിട്ടുള്ളത്, ഗർഭഛിദ്രം നടത്തിയിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രതിഭാഗം വാദിച്ചത്. ഈ അതിജീവിത വിവാഹിതയായ ആളാണ്, അതുകൊണ്ട് തന്നെ ഈ ഗർഭഛിദ്രത്തിൻ്റെ ഉത്തരവാദിത്തം തനിക്കില്ല എന്നുള്ള തരത്തിലാണ് പ്രതിഭാഗത്തിൻ്റെ വാദം ഉണ്ടായിരുന്നത്. എന്നുമാത്രമല്ല, ഈ രേഖകൾ അല്ലെങ്കിൽ ഫോൺ റെക്കോർഡുകൾ അടക്കം റെക്കോർഡ് ചെയ്തുകൊണ്ട് മുൻകൂട്ടി കൊടുക്കാൻ തക്ക തരത്തിൽ ആണ് അതിജീവിത പ്രവർത്തിച്ചത് എന്ന തരത്തിലായിരുന്നു പ്രതിഭാഗത്തിൻ്റെ വാദം. പക്ഷേ അതിനെ തള്ളുന്ന തരത്തിലുള്ള ശാസ്ത്രീയവും രേഖാപരവുമായിട്ടുള്ള തെളിവുകൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഓഡിയോ സന്ദേശം അടക്കം ഇതിനോടകം തന്നെ പോലീസ് ശേഖരിച്ചിരുന്നു. എന്ന് മാത്രമല്ല, ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ, ഡോക്ടർമാരുടെ മൊഴി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ അതിജീവിതയുടെ പരാതിയെ ശക്തിപ്പെടുത്തുന്ന തരത്തിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. അത് നിരത്തിക്കൊണ്ടുള്ള വിശദമായിട്ടുള്ളൊരു വാദമാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉള്ളത്. ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾക്കൊപ്പം അതടക്കം അവർ മുന്നോട്ട് വയ്ക്കുന്നു. അതേസമയത്ത് ഈ പ്രതിഭാഗം നേരത്തെ ചില ഓഡിയോയും വീഡിയോകളും കോടതിയിൽ പ്രദർശിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ പരാതിക്കാരിയുമായുള്ള ബന്ധം സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ചില രേഖകൾ പ്രദർശിപ്പിച്ചു. പക്ഷേ അതിനെയൊക്കെ എതിർക്കുന്ന തരത്തിൽ ശാസ്ത്രീയമായിട്ടും ഒക്കെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. അത് ഇനി കോടതി ഏത് രീതിക്ക് മുഖവിലക്ക് എടുക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ശക്തമായിട്ടുള്ള വാദവും ഈ വസ്തുതകൾ നിരത്തിക്കൊണ്ടുള്ള തെളിവുകൾ നിരത്തിക്കൊണ്ടുള്ള ഒരു വാദമാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അഖില. അർജുൻ, രാഹുലിനേറെ നിർണായകമാണ് കോടതി വിധി എന്താകും എന്നുള്ളത്. കാരണം ഈ വിഷയത്തിൽ ഇനി MLA സ്ഥാനം നഷ്ടമാകുമോ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ചിലപ്പോൾ KPCC നേതൃത്വം ഈ വിധിക്ക് കാത്തിരിക്കുകയായിരിക്കും. ജാമ്യാപേക്ഷ അനുവദിക്കുമോ അംഗീകരിക്കുമോ എന്നതിൽ കാത്തിരിക്കുകയായിരിക്കും ചിലപ്പോൾ KPCC നേതൃത്വം. അങ്ങനെ വളരെ നിർണായകമാണ് രാഹുലിനെ സംബന്ധിച്ച് ഇന്ന്. അഖില, തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായി വന്നിട്ടുള്ള ചില സമാനമായിട്ടുള്ള പരാതികളുടെ സ്വഭാവം നമുക്കറിയാം. ചില വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ ഈ ഇരയുടെ അല്ലെങ്കിൽ അതിജീവിതയുടെ വിശ്വാസം നേടിയെടുക്കുക എന്ന തരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയാണ് ഇടപെടുന്നതെന്നുള്ള കാര്യങ്ങൾ ഇതിനോടൊക്കെ തന്നെ പല ആളുകളുടെയും ആരോപണങ്ങളായും പരാതിയുമായും ഒക്കെ രംഗത്ത് വന്നിരുന്നു. അതിന് സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രീതി എന്ന് വിശദീകരിക്കുന്ന പ്രോസിക്യൂഷന്റെ വാദമാണ് കോടതിയിൽ നടക്കുന്നത്. അത് രാഹുൽ എങ്ങനെയാണ് ഒരാളോട് അടുപ്പം സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറയുന്നത്. അതായത് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് അവരുടെ വിശ്വാസ്യത നേടിയെടുക്കാനുള്ള ശ്രമം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തും എന്നുള്ളതാണ്. അത് ഒറ്റപ്പെട്ട സംഭവമായി മാത്രം അതിനെ കാണാൻ കഴിയില്ല എന്ന് കൂടിയാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു ക്രിമിനൽ സ്വഭാവത്തിൻ്റെ പൊതുരീതിയായി തന്നെ കാണേണ്ടി വരും. അങ്ങനെയാണ് ആളുകളുടെ ഈ പറയുന്ന അതിജീവിതമാരുടെ വിശ്വാസ്യത അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്. അവരുടെ വ്യക്തിപരമായ
ആയിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നു, അവരുടെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ അടുപ്പം കാണിച്ചുകൊണ്ട് അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രീതി. ഈ വിഷയത്തിലും അതിന് സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുന്നുണ്ട്. അത് ആ പെൺകുട്ടിയുടെ അതിജീവിതയുടെ വ്യക്തിപരമായിട്ടുള്ള കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് ഈ ബന്ധത്തിന് തുടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നത്. അതിനുശേഷം അവരുടെ വിശ്വാസ്യത നേടിയെടുക്കുകയാണ്. പിന്നീട് ഈ അടുപ്പം മുതലെടുത്തുകൊണ്ടാണ് പലതവണ ലൈംഗികമായി ഉപദ്രവിച്ചതെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഗർഭിണിയായിരിക്കെ ഉപദ്രവിച്ചെന്നത് ഉൾപ്പെടെയുള്ളതിന് തെളിവുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ ഡോക്ടർമാരുടെ മൊഴി അടക്കം പ്രോസിക്യൂഷന്റെ കയ്യിൽ ഉണ്ട്. അങ്ങനെ ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ഇടപെടലുകളെ, അതിൻ്റെ മുന്നൊരുക്കങ്ങളെയൊക്കെ കൃത്യമായി എണ്ണി പറഞ്ഞുകൊണ്ട് ഇതിൽ ശക്തമായിട്ടുള്ള ഒരു വാദം പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുകയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ശ്രദ്ധേയം. അതേസമയത്ത് രണ്ടുപേരും പരസ്പരം സമ്മതത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു അടുപ്പം തുടങ്ങിയതെന്ന് സമർത്ഥിക്കാനുള്ള ശ്രമമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉള്ളത്. ആദ്യം സംസാരിച്ചു തുടങ്ങിയത് ഈ അതിജീവിതയാണെന്ന് കോടതിയിൽ പറയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പറയുന്ന ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളാനാണ് പ്രതിഭാഗം ശ്രമിക്കുന്നത്. അതേസമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള തെളിവുകൾ, അദ്ദേഹത്തിന്റെ പ്രവൃത്തികളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രേഖാമൂലം വാദിക്കുകയാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ചെയ്യുന്നത്. അർജുൻ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയല്ല ഇത്, മറ്റൊരു പരാതി കൂടി ലഭിച്ചിട്ടുണ്ട്. അത് DGP SIT അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്കിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും കോടതി വിധിയുമല്ലേ? തീർച്ചയായും ഈ സംഭവത്തിന്റെ ഒരു ഗുരുതര സ്വഭാവം എന്തായാലും കോടതിയുടെ പരിഗണനയിൽ ഉണ്ട്. അതായത് സമാനതകളില്ലാത്ത തരത്തിലേക്ക് വരുന്ന തരത്തിൽ ഈ ആരോപണങ്ങൾ നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, അഖില പറഞ്ഞതുപോലെ തന്നെ രണ്ടാമത് ഒരു ആരോപണം കൂടി ഇപ്പോൾ വരികയാണ്. അത് അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള സ്വഭാവത്തിലേക്ക് പോകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കോടതിക്കും കണക്കാക്കാൻ കഴിയില്ല. ഇതിന് സമാനമായിട്ടുള്ള നിരവധി വാർത്തകൾ പുറത്തേക്ക് വരുന്നു, ആരോപണങ്ങൾ പുറത്തേക്ക് വരുന്നു, കോൺഗ്രസിനടക്കം പരാതി ലഭിക്കുന്നു. അവരുടെ രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ പ്രവൃത്തികൾ കൃത്യമായി പറഞ്ഞുകൊണ്ടുള്ള അതിജീവിതമാരുടെ ഇത്തരത്തിലുള്ള പരാതികളൊക്കെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരികയാണ്. ആ ഘട്ടത്തിലൊക്കെ കോടതിക്ക് എന്തായാലും ഇക്കാര്യങ്ങൾ പൂർണ്ണമായും പരിശോധിച്ച് തന്നെയാണ് കോടതിയുടെ നിലപാട് എന്തായാലും സ്വീകരിക്കുക. ഇത് സംബന്ധിച്ചുള്ള തെളിവുകൾ, രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പ്രതിഭാഗത്തിന്റെ വാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കോടതി പരിശോധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേസമയത്ത് ഇന്നലെ അടക്കം പുറത്തേക്ക് വന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഏറ്റവും പുതിയ ആരോപണം അടക്കം ഈ ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല. ഇതിന് സമാനമായിട്ട് കൂടുതൽ പരാതികൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇന്നലെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്. സമാന സ്വഭാവത്തിലുള്ള പരാതികൾ ഇനി വരാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയിൽ പ്രോസിക്യൂഷൻ പറയാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അക്കാര്യത്തിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനുള്ള നീക്കം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയം. ഇക്കാര്യത്തിൽ ഈ കേസെടുത്ത് ഒരാഴ്ച പിന്നിടുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തന്നെയാണ്. വലിയ സ്വാധീനമുള്ള ആളാണ്. എവിടെയും പോയി രക്ഷപ്പെട്ട് ഇങ്ങനെ മുങ്ങി നടക്കാൻ കഴിയുന്ന പ്രാപ്തിയുള്ള സ്വാധീനമുള്ള ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് പ്രോസിക്യൂഷൻ എന്തായാലും പറയും. പലയിടങ്ങളിൽ ഇത്തരത്തിലുള്ള സ്വാധീനം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുന്ന ആളാണ്. അതുമാത്രമല്ല, ഈ തരത്തിൽ ആളുകളെ സ്വാധീനിച്ചുകൊണ്ട് ഈ കേസുകൾ തേച്ചു മായ്ച്ചു കളയാൻ അല്ലെങ്കിൽ ഈ പരാതി ഇല്ലാതാക്കാനൊക്കെ സ്വാധീനമുള്ള ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെ ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെടാതെ പുറത്ത് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ അത് ഈ കേസിനെ ബാധിക്കാനും മറ്റ് പരാതികളെയൊക്കെ സ്വാധീനിക്കാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ നൽകരുതെന്ന ആവശ്യമായിരിക്കും പ്രോസിക്യൂഷൻ കോടതിയിൽ പറയുക.